ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന വീഡിയോ വിഷയം എന്തെന്ന് വെച്ചാൽ, പണ്ട് ഒരേ സമയം തന്നെ വാൽമീകിയും ഹനുമാൻ സ്വാമിയും രാമായണം എഴുതിയപ്പോൾ ഉണ്ടായ ഒരു തർക്കത്തെ പറ്റിയാണ്. പണ്ട് ഇന്നത്തെ കാലം പോലെ കോപ്പിറൈറ്റ് പോളിസി ഒന്നും ഇല്ലാതിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കാട്ടാളനായ രത്നാകരൻ എന്ന ആൾ വർഷങ്ങളോളം തപസ്സെയ്തതിന് ശേഷമാണ് വാൽമീകി മഹർഷിയാവുകയും അതിനുശേഷം ആണ് രാമായണം എഴുതുകയും ചെയ്തതെന്നറിയാമല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാരദ മഹർഷി വാൽമീകിയെ കാണാൻ ചെന്നു. ഉടനെ വാൽമീകി താൻ എഴുതിയ രാമായണം നാരദ മഹർഷിക്ക് വായിക്കാൻ കൊടുത്തു. ഇത് കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ നാരദൻ വാൽമീകിയോട് പറഞ്ഞു, താങ്കൾ എഴുതിയ ഈ രാമായണം തന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഹനുമാൻ സ്വാമി വാഴയിലയിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. നാരദൻ ചില കൃത്രിമ വേലകളുടെ ആശാനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നാരദരുടെ ഈ വാക്കുകൾ കേൾക്കാനിടയായ വാൽമീകി മഹർഷിക്ക് അത്യധികം ദേഷ്യം വരികയും ഉടൻ തന്നെ അദ്ദേഹം ഹനുമാന്റെ അടുത്ത് ചെന്ന് വഴക്ക് കൂടുകയും ചെയ്തു. ഉടൻ തന്നെ ഹനുമാൻ താൻ വാഴയിൽ എഴുതിയ രാമായണം മുഴുവൻ എടുത്ത് കീറിക്കളയുകയും ചെയ്തു. ഈ കാഴ്ച കണ്ടപ്പോൾ കോപാകുലനായി വന്ന മഹർഷിക്ക് അത്യധികം ദുഃഖം വരികയും ഹനുമാൻ സ്വാമിയോട് മാപ്പ് പറയുകയും ചെയ്തു. ഉടൻ ഹനുമാൻ പറഞ്ഞത്, എനിക്ക് ഇതിൽ യാതൊരുവിധ ദുഃഖവും തോന്നുന്നില്ല. ഞാൻ മനസ്സിൽ വച്ചാരാധിക്കുന്ന ശ്രീരാമസ്വാമിയുടെ കഥ വാഴയിലയിൽ എഴുതിയതാണ്. അത് കീറിക്കളഞ്ഞതിൽ എനിക്കൊട്ടും പ്രയാസവുമില്ല. ശ്രീരാമസ്വാമി എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അതുകൊണ്ട് താങ്കൾ എഴുതിയ രാമായണം തന്നെ ലോകമെമ്പാടും ഉള്ള ആളുകൾ വായിക്കാനിടയാവട്ടെ എന്ന് വാൽമീകി മഹർഷിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ ഇട്ടിട്ടുള്ള ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ എല്ലാം കാണണം. സബ്സ്ക്രൈബ്, ലൈക്ക് എന്നിവ ചെയ്യണം. ഇനിയും വീഡിയോകൾ ഇടും. ഇതിനിടയ്ക്ക് മഹാന്മാരുടെ വീഡിയോകളും ഇടും. ഇനി പുതിയ വീഡിയോകളുമായി നാളെ കാണാം.